പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് ദൈവമാതാ ഭദ്രാസന ദേവാലയം ഈ ഒരു അത്ഭുത അൾത്താര, ഈ അൾത്താരയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുക. നൂറുകണക്കിന് മിഷണറിമാര് പ്രവർത്തിച്ചിട്ടുള്ള ഒരു അത്ഭുത ദേവാലയമാണ്. ഈ അൾത്താരയുടെ മുമ്പിൽ വിശുദ്ധരായ ഇറ്റാലിയൻ മിഷണറിമാരായ മെത്രാന്മാരെ അടക്കം ചെയ്തിട്ടുള്ള ഒരു അൾത്താരയാണ്. ഈ അൾത്താരയിൽ നോക്കി നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണിത്. ഭാരതത്തില് റോമൻ കത്തോലിക്ക സഭ, വത്തിക്കാന്റെ സഭ, റോമിന്റെ സഭ 1498 ഇവിടെ രൂപം കൊണ്ട് മക്കളെ. തുടർന്നാണ് നമ്മൾ റോമൻ കത്തോലിക്ക സഭ ഭാരതം മുഴുവൻ തോമാസിലേക്ക് കടന്നു വന്നതിലൂടെ കടന്നു വന്ന ആ വിശ്വാസം, അതിലുള്ള തീഷ്ണമതികളായ ക്രൈസ്തവരെയും റോമൻ കത്തോലിക്കരാക്കി മാറ്റിയത് ഈ ദേവാലയമാണ്, ഈ ദേവാലയത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കർത്താവ് അത് കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നൂറുകണക്കിന് കത്തുകൾ നിങ്ങൾ എഴുതി അയക്കുന്നുണ്ട്. ദൈവമാതാ കത്തീഡ്രൽ, അല്ലെങ്കിൽ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയോ നിയോഗങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കും. യൂട്യൂബിലൂടെ നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. നിങ്ങൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥരാകേണ്ട. കാരണം നിങ്ങൾക്കായി ഒരഭയ നഗരം, ഒരു ദൈവാലയം, ഒരഭയ കേന്ദ്രം തുറന്നിരിക്കുക. ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഈ ദിവ്യകാരുണ്യ ഈശോയാണ്. കാരണം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന തുടങ്ങാനുള്ള അനോയിന്റിങ് കിട്ടിയത്. ഇവിടെ ഈ ദേവാലയത്തിൽ വന്നപ്പോഴാണ് ഈശോനെ എഴുന്നള്ളിച്ച് വെക്കാനുള്ള വലിയൊരു അനോയിന്റിങ് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടച്ചു മാറ്റുക, നിങ്ങളുടെ ഹൃദയ നൊമ്പരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുക. ഇന്നേ ദിനം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ഇന്ന് നിങ്ങൾ ഇതിലൂടെ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഈശോ സാധിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുക. കാരണം ജീവിക്കുന്ന ദൈവമാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. ഇന്നേ ദിനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ദിവ്യകാരുണ്യ ഈശോ ഏറ്റെടുത്ത് തരും. വിശ്വസിച്ചാൽ മതി മക്കളെ. വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, രോഗികൾ സൗഖ്യം പ്രാപിക്കും, ബന്ധനസ്ഥർക്ക് മോചനം കിട്ടും. കർത്താവിൻ്റെ ആത്മാവ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ വളരെ ശക്തമാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനിച്ച് നിൽക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനം, ഭർത്താവിൻ്റെ ലഹരി, ഭർത്താവിൻ്റെ കോപം, ഭർത്താവിൻ്റെ തെറ്റായ ബന്ധം, മകൻ്റെ മദ്യപാനം, മകൻ്റെ കല്യാണ തടസ്സം, മകൻ്റെ ജോലി തടസ്സം. എത്രയോ കുടുംബങ്ങളാണ് കടബാധ്യതകൾ മൂലം ഞെരുങ്ങുന്നത്. ലോൺ അടക്കാൻ പറ്റാതെ ബാങ്കുകാർ ജപ്തി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന എത്രയോ അപ്പനമ്മമാരുണ്ട്. എത്രയോ സഹോദരന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് അതിഭീകരമായ പീഡനങ്ങൾ ഏൽക്കുന്നു. പലരും ഉപേക്ഷിക്കപ്പെടുന്നു. ചില തെറ്റായ ബന്ധങ്ങൾ കുടുംബങ്ങളെ തകർക്കുന്നു. മൊബൈൽ ഫോണും കലഹങ്ങളും കടബാധ്യതകളും സാമ്പത്തിക തകർച്ചകളും കോപങ്ങളും രോഗങ്ങളും എത്രയോ കുടുംബങ്ങളെ തകർക്കുന്ന, മക്കളുടെ അനുസരണക്കേടുകൾ, മക്കളുടെ പ്രാർത്ഥനയില്ലായ്മകൾ, കുടുംബ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, കൃപയില്ലാത്ത അവസ്ഥ, മക്കളുടെ പഠന തടസ്സങ്ങൾ, മക്കളുടെ ജോലി തടസ്സങ്ങൾ, മക്കളുടെ കല്യാണ തടസ്സങ്ങൾ, മക്കളിങ്ങനെ മേൽഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്നു. ചില ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ രാത്രി പാതിരായിക്ക് കടന്നു വരുന്നു. ഒരമ്മ പറഞ്ഞു, ഞാൻ കുറേ നാള് അവൻ വരുന്നത് കാത്തിരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കാത്തിരിക്കുന്നൊന്നുമില്ല, കാരണം അവൻ 2 മണി 3 മണിക്കൊക്കെ വരുന്ന. പ്രിയപ്പെട്ടവർ, അങ്ങനെ എത്രയോ കുടുംബങ്ങളിലേക്ക് സാത്താൻ കടന്നു വന്ന്
അവരുടെ ബുദ്ധിയെ, അവരുടെ ജ്ഞാനത്തെ, അവരുടെ കഴിവുകളെ ബന്ധിച്ചു കളഞ്ഞു. അതുകൊണ്ട് നന്മ തിന്മകള് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ബന്ധിക്കപ്പെട്ടിരിക്കുക, സുബോധം നഷ്ടപ്പെട്ടിരിക്കുക, ഭാരപ്പെടുക, സങ്കടപ്പെടുക, കുടുംബങ്ങൾ കണ്ണുനീര, ഉപദേശിച്ചിട്ട് കാര്യമില്ലാത്ത അവസ്ഥ. ഒരപ്പനും അമ്മയും വിളിച്ചു പറഞ്ഞ അവരുടെ മകള്, നല്ലൊരു മോള്, അവളിങ്ങനെ പെട്ടെന്ന് മദ്യത്തിനടിമയായി, ലഹരിക്കടിമയായി, അനുസരണ ഇല്ലാതെ പ്രവർത്തിക്കുന്നു. ആ അപ്പൻ്റെ അമ്മയുടെ നെടുവീർപ്പ്, അവരുടെ ചങ്കിൻ്റെ പെടപ്പ് കേൾക്കാനും കാണാനും ഇടവന്നു. കർത്താവേ, നീ ആ കുടുംബത്തെ സഹായിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യർക്കത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇങ്ങനെ മനുഷ്യരിങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന സമയങ്ങളിൽ, ഇങ്ങനെ കൈകാലിട്ടടിക്കുന്ന സമയങ്ങളിൽ, മനുഷ്യർക്ക് ഈ കെട്ടുകളും കുരുക്കുകളും വിട്ട് ഉയരാനായിട്ട് പറ്റാത്ത മേഖലകളിൽ കർത്താവിനത് സാധ്യമാണ്, ദൈവത്തിനത് സാധ്യമാണ്. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ഈ പ്രാർത്ഥന നിനക്ക് അനുഗ്രഹമായി മാറും. ഈ പ്രാർത്ഥന നിന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് നിനക്ക് ഇരട്ടി അഭിഷേകമായി മാറും. പ്രിയപ്പെട്ടവരെ, 90 ദിവസങ്ങൾ രാവിലെ വൈകുന്നേരം കേട്ട് പ്രാർത്ഥിച്ച അനവധി പേർക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങൾ കിട്ടിയൊരു മെസ്സേജാണ്. ഈ പ്രാർത്ഥന 90 ദിവസം രാവിലെയും വൈകുന്നേരവും കേൾക്കാനായിട്ട് പരിശ്രമിക്കുക. നിന്റെ കണ്ണുനീര്, ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ, നിന്റെ രോഗങ്ങൾ കർത്താവ് ഒപ്പിയെടുക്കും. അത് അച്ഛന് ഉറപ്പാണ്. ഇന്ന് നമുക്ക് കിട്ടിയ വചനം മത്തായിയുടെ സുവിശേഷം 16, അത് 13 മുതലുള്ള വചനങ്ങളാണ്. പത്രോസിനോട് ശിഷ്യന്മാരോടും കേസറിയ ഫിലിപ്പിൽ വെച്ച് ഈശോ ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നിന്റെ ആരാണ്? നിന്റെ ആരാണ്? ശിമോൻ പത്രോസാണ് മറുപടി പറഞ്ഞത്. 16 ശിമോൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവ. പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രിസ്തു വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാ, നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയാ. നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ കെട്ടുകളും ഭാരങ്ങളും കുരുക്കുകളും ഭവനമില്ലാത്ത അവസ്ഥകളും നമ്മുടെ കണ്ണുനീരോടുകൂടിയ ഓരോ ബന്ധനങ്ങൾ എടുത്തു മാറ്റാനാണ് ജീവിക്കുന്ന ദൈവമായ ക്രിസ്തു ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക്, കുടുംബത്തിലേക്കും വരുന്നത്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്നവരുടെ മേല് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുക്കാൻ ഇവിടെ വരുന്ന എല്ലാ മക്കളുടെ മേല്, ഇത്രയും നാൾ ഇവിടെ വന്ന മക്കളുടെ മേല്, അച്ഛൻ്റെ ധ്യാനങ്ങളിൽ കൺവെൻഷനുകളിലും പങ്കെടുത്ത 100 കണക്കിന് ആൾക്കാർ അവർ സമർപ്പിച്ച പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പെരുമ്പാവൂർ കൺവെൻഷനിൽ അവിടുത്തെ ദൈവജനം എഴുതി അയച്ചു തന്ന നിയോഗങ്ങൾ, പ്രിയപ്പെട്ട മക്കളെ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കത്തുകളിലൂടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേട്ട് കത്തുകളിലൂടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളുടെ എല്ലാ നിയോഗങ്ങൾ യേശുവേ അവിടുന്ന് അത് കാണണം, കേൾക്കണം. അവിടുന്ന് ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിന്റെ നിഗൂഢ ശക്തിയും ക്രിസ്ത്യ വിശ്വാസത്തിന്റെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. സാത്താനെ, തിന്മകളെ, കുരുക്കുകളെ, രോഗാണുക്കളെ, ദുഷ്ടാരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ഭാരങ്ങൾ അഴിയട്ടെ. മഹത്വപൂർണ്ണയും അമലോത്ഭകന്യകയും തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളായ സാത്താന്റെ തല തകർക്കുകയും ചെയ്ത ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് സ്ലീഹന്മാരായ പത്രോസിനോട്, പൗലോസിനോട്, മറ്റെല്ലാ സ്ലീഹന്മാരോട്, യൂദാത്ത ദിവസിനോട്, സകല വിശുദ്ധരോട്, വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന് ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന സകല കെട്ടുകളും രോഗങ്ങളും വിട്ടുമാറട്ടെ. ശപിക്കപ്പെട്ട സർപ്പമേ, ദുഷ്ടസേനകളെ, ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ
നിന്നെ ബന്ധിക്കുന്നു. ഈ മക്കളുടെ മേലുള്ള എല്ലാ കെട്ടുകളും അഴിച്ച്, എല്ലാ കുരുക്കുകളും അഴിച്ച് ഈ മക്കൾക്ക് വിമോചനം കൊടുക്കാൻ ദിവ്യകാരുണ്യ യേശുവിൻ്റെ ശക്തിയാൽ നിന്നോട് കൽപ്പിക്കുന്നു. എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സാത്താനെ, ഈ മക്കളിൽ നിന്ന് പുറത്തു പോകും, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തു പോകും. ഈ മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. എന്തെന്നാൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നും ഈ വചനം കേൾക്കുന്ന മക്കളിലോ അവരുടെ പറമ്പിലോ അവരുടെ ജീവിത സാഹചര്യങ്ങളിലോ ഇനി പ്രബലപ്പെടുകയില്ല. കാരണം തൻ്റെ രക്തത്താൽ ഈശോ നേടിയെടുത്ത ആ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൃപ ഈ മക്കളിൽ വന്ന് നിറയട്ടെ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. സ്തുതിച്ച് 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആമേൻ.